നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ, നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ, നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ, കുടകരികിലെ തൂമഞ്ഞോ കണ്ണൂരിൽ പെയ്തേ, മനമാകയോ പുതുസൗരഭം പകരുന്നൊരാളതിലോലമായി, വിരലോടിതാ വിരൽ ചേർക്കവേ അലിയുന്നു നാം പ്രണയാർദ്രമായി, നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ചന്തം ചാർത്തന്നെ വന്നിരിക്കുകയാണ്. ഓക്കെ, അത് പൊളിച്ച് കൈയ്യടിച്ചിട്ട് ഇവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇത് ഞാനിവിടെ മൈക്കിൽ നിന്ന് ചട്ടക്കൂട് പോലെ നേരത്തെ പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ നിന്നിട്ട് ചെയ്യണതല്ല, ഇത് നമ്മളെല്ലാവരും കൂടെ സെറ്റ് ചെയ്യണ ഒരു പരിപാടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഇനി ഈ ചന്തം ചാപ്പൽ മറക്കരുത്, പോവാണ്ട് എൻ്റെ ചന്തം ചാപ്പൽ അങ്ങനെ പറഞ്ഞൊന്ന് ഓർക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും മാക്സിമം ഇത് ഫുൾ പവർ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയൊരു ഹിഡൻ പോലെ ഇരിക്കുന്നത് നമ്മുടെ ബ്രൈഡും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു നിമിഷം ഞാൻ ഫസ്റ്റ് തന്നെ ബ്രൈഡിനെയും കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് ഓക്കെ ചെറിയൊരു എന്നോട് റിക്വസ്റ്റ് പറഞ്ഞേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല, ഗ്രൂം ടു ബി എന്നുള്ള ഒരു പതക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാനത് ഇടാനായിട്ട് ഗ്രൂമിൻ്റെ അതായത് നമ്മുടെ പ്രിൻസന്റെ ചേച്ചീനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. മാത്രമല്ല ചെറിയൊരു കണ്ണാട ചടങ്ങിലേക്ക് കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചന്തം ചാർത്തൽ എന്നുള്ള രീതിയിൽ ആദ്യം എണ്ണ തേപ്പിക്കൽ എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ പ്രിൻസിൻ്റെ തന്നെ ജോൺസൺ അങ്കിളിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോൺസൺ അങ്കിൾ ഓക്കെ, നമ്മൾ എണ്ണ തേപ്പിക്കാനായിട്ട് പോകണം. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് 3 തവണയായിട്ട് എണ്ണ തേപ്പിക്കട്ടെ എന്നുള്ളൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യാന്നുള്ളത്. നമ്മുടെ ജോൺസൺ അങ്കിളിനെ വിളിച്ചേക്കുന്ന കാരണം കൊണ്ടല്ല, ഫ്രണ്ട്സിൻ്റെ തലത്തപ്പനും തലത്തപ്പ അമ്മയാണ്. അപ്പം ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ ഇവർ തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് തോന്നിയതുകൊണ്ടാണ് വലിയ ഡിഗപ്പ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ 3 തവണ നമുക്ക് എണ്ണ തേക്കട്ടെ എന്നുള്ള ചോദ്യത്തിന് ശേഷം ചെക്കനെ എണ്ണ തേപ്പിക്കട്ടെ, ചെക്കനെ എണ്ണ തേപ്പിക്കട്ടെ, ചെക്കനെ എണ്ണ തേപ്പിക്കട്ടെ. പകരുകയാണി ചൂടിൽ പ്രണയ സ്വകാര്യം പരിപാടികളാതെ എത്തിക്കാൻ എല്ലാവർക്കും നമസ്കാരം. പ്രിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചെറുപ്പം തൊട്ട് ഈ സമയം വരെ അവനൊരു പ്രത്യേക ഒരു സ്വഭാവമുള്ള ആളാണ്. അതേപോലെ നമ്മളെ ഒരു ഫാമിലി പോലെയാണ് ജീവിച്ചത്. എപ്പോൾ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. നല്ല കുട്ടിയാണ്. പിന്നെ അവർക്ക് നല്ലൊരു കൂട്ടുകാരിയും കിട്ടിയിട്ടുണ്ട്. അവന് എല്ലാം കൂടെ സന്തോഷമാണ്. നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയമാണ്. എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അങ്കിൾ താങ്ക് യു സോ മച്ച്. ഇനി നെക്സ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്തം ചാർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് പ്രിൻസിൻ്റെ തന്നെ ബാബു അങ്കിളിനെയും ആൻറ്റീനെയൊക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻറ്റി ഇവിടെ ഇല്ലേ? ബാബു അങ്കിൾ വരൂ, പ്രിയതമേനെയും കൊണ്ട് സ്റ്റേജിലേക്ക് വരൂ. ചന്ത അങ്ങനെ ചാർത്താണ്. നമ്മൾ നല്ലൊരു കയ്യടി കൊടുത്ത് ഇത് ഒഫീഷ്യലി നമ്മളങ്ങനെ തുടങ്ങി. ഇനി അങ്ങോട്ട് വെടിക്കെട്ട് നമ്മൾ തുടങ്ങാണ്. എന്താ അഭിപ്രായം? നിവീചിക്കും ചെറിയൊരു ചന്തം നമുക്ക് ചാർത്തി കൊടുക്കാം. കേൾക്കണില്ല, റെസ്പോണ്ട് കേൾക്കുന്നില്ല. അപ്പോ ഭൂരിഭാഗം നിവീചിക്കും ചെറിയൊരു ആലങ്കാരികം ആവാം എന്നുള്ളതാണ്. വാവ്, അത് കണക്ക് അതെ. അങ്കിൾ ഇത്തിരി ഒരു പൊടിക്ക് കനം കുറച്ചുണ്ട്. ആൻറ്റിയാണ് കട്ടിയില്ല. സോനച്ചി പേസ്ലിംഗ് ആയിട്ടുണ്ട്. ഇതിപ്പോ പ്രിൻസിൻ്റെ ഒരു കല്യാണം തന്നെയുള്ളൂ. അത് കാരണം കൊണ്ട് അവൻ നല്ലൊരു പയ്യനാണ്. രണ്ടുപേരും ചേർച്ചയോടുകൂടി നടക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
ഹലോ, ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയാണ് ഇങ്ങനൊരു സന്ദർഭം ഒത്തുവന്നതിനും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയതിനും. കൂടാതെ ഫ്രണ്ട്സിനെ പറ്റിയും ഫാമിലിയെ പറ്റിയും പറയുകയാണെങ്കിൽ പറഞ്ഞ തീരില്ല. അതിൽ ഇപ്പോൾ ആർക്കായാലും ഉണ്ടാവും കുറവുകളും കുറേ ഗുണങ്ങളും എല്ലാം ഉണ്ടാവും. അതിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിച്ച് ഇത്ര വരെ എത്തി. ഇനി അതിനേക്കാളും ഉയർന്നുള്ളൊരു ജീവിതം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇത്രേ പറയാനുള്ളൂ. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ. കണ്ടാവോ പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ. പൂന്തെന്നൽ വന്നാലും വാടാതെ നിന്നാടും താരാജാലങ്ങളോ മധുരം പകരും ഒരു പിടി നിമിഷം. കഴിഞ്ഞ 10 വർഷം ഇരിക്കാം. കോണ്ടാക്റ്റാണ്. 10 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഭയങ്കര സ്ട്രോങ് ആണ്, എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഭാവി തരുന്നതാണ്. അതെ, അങ്ങനെ ഭാവികളൊക്കെ ആശംസിച്ചുകൊണ്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. അല്ല, ഇതൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരേണ്ട ഒരു ആവശ്യമുള്ള സംഭവമല്ല അല്ലേ? ഇതൊക്കെ ഉള്ളിയിൽ വരട്ടെ എന്ന് പറയുന്ന സാധനങ്ങളാണ്. അവൻ ഭയങ്കര സ്ട്രോങ് ആണ്, അവൻ ഭയങ്കര പ്ലാൻഡ് ആണ്, ഭയങ്കര കെയറിങ് ആണ്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു അവർക്ക് രണ്ടുപേർക്കും. ഹലോ, എൻ്റെ പേര് ആനി. എനിക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത്, അച്ഛൻ സൂപ്പറാ. അതെ, അച്ഛൻ പൊളിയാണ്. പഠിച്ചു വെച്ചത്. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. ഈ ഫ്രണ്ട്സിൻ്റെ കല്യാണം പറയുമ്പോൾ എനിക്ക് തീരെ നടക്കാൻ എനിക്ക് പറയാനുള്ളത്. എനിക്ക് 10 പേരെ കുട്ടികളാണ്, ആണായിട്ട് ഉള്ള ഒരാൾ. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ തന്നെ നല്ല മിടുക്കനാണ്. ഇവരുടെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ കുറുമ്പൻ വീണാണ്. വലുതായപ്പോൾ അതൊക്കെ കുറച്ച് ശരിയായിട്ടുള്ളൂ അല്ലേ? എന്നാലും ഇവർക്ക് നല്ല എന്താ പറയുക, നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ആലോലം വിൽസൺ നല്ലൊരു മോനാണ്, നല്ലൊരു ചേച്ചിൻ്റെ നല്ലൊരു മോനാണ്, നല്ലൊരു ഇണയനെ കിട്ടിയിട്ടുണ്ട്. അത് ഭാവി മംഗളമാണ്. ഉയിരിൽ നിറയും അരിയ കിരാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ. തയ്യൂരിലെ ഇടവക വികാരിയാണ് ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് നമുക്കിവിടെ എത്തിയിട്ടുള്ളത്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൂരിൻ്റെ ഒരു രോമാഞ്ചമാണ് നമ്മുടെ അച്ഛൻ. അച്ഛനെ നമുക്ക് നമ്മുടെ ഇടവകയിലേക്ക് കിട്ടിയത് നമ്മുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, അച്ഛൻ യൂട്യൂബിലെ കടുക് എന്നൊരു പ്രോഗ്രാമിൽ മെയിൻ റോളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അച്ഛൻ നന്നായി പാട്ട് പാടും, അടിപൊളി കുർബാനയാണ് അച്ഛൻ്റെ. അച്ഛൻ നല്ല സൂപ്പറാണ്, പൊളിയാണ്, വൈബാണ്. അച്ഛനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചന്തം ചാർത്താനായിട്ട്.
ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ വന്നിട്ട്. ഫ്രണ്ട്സും പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ തയ്യൂര് ഇതുവരെ കാണാത്തൊരു പരിപാടി നാളെ ഇവിടെ അടിപൊളിയായിട്ട് നടക്കും, അല്ലെങ്കിൽ മഴ പെയ്താൽ തയ്യൂർ ഇതുവരെ കാണാത്ത ഒരു പരിപാടി നടക്കും. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന തയ്യൂർ ഇതുവരെ കാണാത്ത മഴയൊന്നും പെയ്യാണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടി നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും പ്രിൻസിൻ്റെ വിവാഹം വളരെ മനോഹരമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ അതിനുവേണ്ടി രണ്ടുപേരും വിവിയും ഫ്രിൻസനും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഏറ്റവും അടുത്ത് എത്തി നിൽക്കുമ്പോൾ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഈ ഒരു സമയം നേരുകയാണ്. ഇവരാരംഭിക്കുന്ന കുടുംബജീവിതം നാളെ മുതൽ സന്തോഷം ദുഃഖമൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടെ മരണം വരെ ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയം പ്രത്യേകമായിട്ട് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോഴോ ചക്ക ഇട്ടപ്പോ ഒരു മുയല് വീണെന്ന് വെച്ചിട്ട് അത് എപ്പോഴും അത് ആവണമെന്നില്ല. എന്തായാലും ഇന്നത്തെ ഈ സുദിനം ഞാൻ അധികം പാടി കൊളാക്കുന്നില്ല. രണ്ടുപേരി ഇവർക്ക് വേണ്ടി പാടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. വരികളൊന്നും അറിയില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പാടിയെന്നുള്ളൂ. താങ്ക് യു. മാരൻ മറുകിൽ ചോരും മധുരം നീയേ നീയേ നീയേ, മാറിൽ കുളിരായി മൂടും ഉയിരിൻ തീയേ തീയേ തീയേ, അലകളിൽ അവളുടെ മനമെഴുതാം, തൊടികളിൽ അവളുടെ അകമറിയാം, കാറ്റിൽ അവൾ ശ്വാസം വീശും കിനാജാലം ഒരു സർവകലാവല്ലഭനാണ്. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രിൻസ്. പിന്നെ എന്താ വെച്ചാൽ ജോലിയൊക്കെയായി ഉയരങ്ങൾ നേടി വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. അതുപോലെ അതിന് ഈ വിവാഹം ഒരു വഴിയാവട്ടെ. അവരെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം, അതാണ് നമ്മുടെ താല്പര്യം. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രിൻസ് പ്രത്യേകിച്ച് ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ തറവാടിൻ്റെ ബാക്കി എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയില്ല, എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു. കുറുകുന്ന പോലെ ഇനിയാരും എന്നുള്ളിലില്ലേ, പറയാതെ എന്നിൽ മഴ പെയ്ത പോലെ നനയുന്ന പൂമുല്ല
വാക്കിൽ അറിയാതെ വീഴുന്ന പോലെ തിരയുന്നൊരുള്ളിൽ തളിരുന്നു മെല്ലെ പതിവായി പിന്നാലെ പോവേ. അവളുടെ മിഴിയിലെ മൊഴി അറിയാം. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la 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 Mariana. ഭൂമി നഗരം എനിക്കാരുണ്ടിവിടെ പാസം ഞാൻ രാജ്യം പൂവിടങ്ങളിൽ വർണ്ണത്തിനിടയുള്ള പുടങ്ങളിൽ റാപ്പിലും കളിയും സപ്തസ്വരങ്ങൾ കേട്ട